ഇന്ന് നമ്മൾ അലൂർ കച്ചൂരി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കറിയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും ചെയ്യും. പൊട്ടാറ്റോയുടെ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് കഴിക്കാനും പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഇനി വേണ്ടത് റവയാണ്. അത് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലാദ്യം ഒരു 1/2 കപ്പ് ചേർത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടൊരു 1/4 കപ്പും കൂടെ ചേർത്തു. വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. എന്നിട്ടും വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിൽ വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത് രണ്ടും ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മളൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ലോക്കും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഡോ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇതാക്കണ്ടില്ലേ, നമ്മുടെ ഡോ എല്ലാം നല്ല സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കണം. നമ്മൾ സാധാരണ പൂരിക്കെല്ലാം ഉരുട്ടിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം ഉരുട്ടി റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ ആലൂർ കച്ചൂരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ ആദ്യം ഒരല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കുക. ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു പൂരി പരത്തിയെടുക്കില്ല, ആ ഒരു വലിപ്പത്തിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം പതിയെ നമ്മളിതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ഉൾവശം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പതിയെ പ്രസ് ചെയ്ത് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൂരിയുടെ വലിപ്പത്തിലാണ് നമ്മളിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ആലൂർ കച്ചൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.